ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ സെർജിയോ ഗോർ അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ എൻവോയ് ആയിട്ട് വന്ന് ഇന്ത്യയിൽ ചാർജ് എടുത്തിരിക്കുകയാണ്. ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് UN ജനറൽ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോയി. അപ്പം ഒഫീഷ്യലി ജോയിനിങ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പോൾ വന്ന ഉടനെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രാഥമികമായിട്ട് ഈ ട്രേഡിൻ്റെ വിഷയങ്ങൾ, താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ ബയലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഡിഫൻസ് മേഖലയിൽ നമ്മൾ പർച്ചേസ് നടത്താനിരിക്കുന്ന ആ ഒരു എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ 7th ജോയിൻറ്റ് കമ്മിറ്റി മീറ്റിംഗ് പ്രാഗിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. പ്രാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഒക്ടോബർ 7, 8, 9 3 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു ചർച്ച നടന്നത്. ചെക്ക് റിപ്പബ്ലിക്കും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും യൂറോപ്പിൻ്റെ നടുക്ക് കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ ഒരു ചെക്ക് റിപ്പബ്ലിക്. അപ്പോൾ അതുമായിട്ടാണ്, ആ ഒരു ചെക്ക് റിപ്പബ്ലിക്കുമായിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നത്. യൂറോപ്പിന് ഇന്ത്യയുടെ ആവശ്യം വളരെ വലുതാണ്. അതായത് ബിഗ് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് യൂറോപ്പിന് അത്ര എളുപ്പത്തിൽ ട്രംപിൻ്റെ 1 സെൻറ്റൻസ് ഡയലോഗ് കേട്ടുകൊണ്ട് ഇന്ത്യയെ മാറ്റി നിർത്താൻ കഴിയാത്തത്. ഇൻഡിഗോ ഫ്ലൈറ്റ് സർവീസ് ചൈനയ്ക്കും ഇന്ത്യക്കും തമ്മിൽ, ന്യൂഡൽഹി ടു ചൈന തമ്മിലുള്ള ഫ്ലൈറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ചൈനയിലെ ഗുവാങ്ഷോ എന്ന് പറഞ്ഞ ആ എയർപോർട്ടിലേക്കും ന്യൂഡൽഹി എയർപോർട്ടും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. നവംബർ 10 ആദ്യത്തെ ഫ്ലൈറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. നവംബർ 10 മംഗോളിയൻ പ്രസിഡന്റ് ഖുർഷുക് ഉക്ന ഇന്ത്യ സന്ദർശിക്കും. അതായത് 13, 14, 15, 16 4 ദിവസങ്ങൾ ഇന്ത്യയിലുണ്ടാവും. പ്രസിഡന്റ് ദ്രൗപദി മുർമുവുമായിട്ടും ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഈ മംഗോളിയൻ പ്രസിഡന്റ്. അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അമീർ ഖാൻ മുത്തക്കി ഇന്ത്യയിൽ ഉണ്ട്. 3 ദിവസത്തെ വിസിറ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 2ാമത്തെ ദിവസം ഇന്നലെ പൂർത്തിയായി. അപ്പോൾ ഇന്നൊരു ദിവസം കൂടി ഉണ്ടാവും. വേറെ ഏത് രാജ്യത്തിൽ പോയാലും ഈ അമീർ ഖാൻ മുത്തക്കിക്ക് ഈ രീതിയിലുള്ള ഒരു സ്വീകരണം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. പുള്ളിക്കാരൻ ഇന്ത്യ വിസിറ്റ് ചെയ്തു, ഊഷ്മളമായ സ്വീകരണം, നല്ല രീതിയിലുള്ള മീറ്റിംഗ്. ഇന്ത്യയുടെ വാഗ്ദാനങ്ങൾ വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ മെഡിക്കൽ മേഖലയിൽ, ഹെൽത്ത് കെയർ സെക്ടറിൽ വളരെയധികം സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് പ്രാഥമികമായിട്ട് 20 ആംബുലൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ മീറ്റിങ്ങിൽ പല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനെ ചൊല്ലി ഇന്ത്യയുടെ ഇൻസൈഡിൽ, ഇന്റർണൽ പൊളിറ്റിക്സിൽ ചില ക്രിട്ടിക്സ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും പ്രതിപക്ഷം ഉണ്ട്, പ്രതിപക്ഷം ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല കോൺട്രവേഴ്സികളുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഈ ടൈപ്പ് വെക്കേണ്ടതിൻ്റെ അനിവാര്യതയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. കാരണം നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. ഇനിയിപ്പോൾ അവിടെ ആര് റൂൾ ചെയ്യുന്നു, ഇനി ഏത് തീവ്രവാദി ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നമ്മളോട് ഗുഡ് അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഓപ്ഷൻ. വേറെ ഓപ്ഷൻ ഇല്ല. അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ഇത്രയും നാളും അഫ്ഗാനിസ്ഥാനെ കുറച്ച് ഡിസ്റ്റൻസിലാണ് നിർത്തിയിരുന്നത്. ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ്, അതേപോലെ ഡയറക്റ്റ് ഡിപ്ലോമസി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ് ഡിപ്ലോമസിയിലേക്ക് വരികയാണ്. ഡയറക്റ്റ് ഡിപ്ലോമസിയിലേക്ക് വരാനുള്ള കാരണം അമേരിക്ക തന്നെയാണ്. അമേരിക്കയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ മറ്റൊരു ചേരിയിലേക്ക് തള്ളി നീക്കി വിടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകൾ, പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാം. ഇന്ത്യക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞാൽ എക്കാലത്തും പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ തിടുക്കിട്ട ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ നീക്കത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഡിപ്ലോമസി. അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതങ്ങായി പോകും. ഇപ്പം തന്നെ 10 സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഡോളർ ഉപേക്ഷിച്ചിട്ട് ബ്രിക്സിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അവരെല്ലാം തന്നെ ലോക്കൽ കറൻസിയിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ താല്പര്യത്തോടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, മംഗോളിയയൊക്കെ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതിന് കാരണം എന്താണ്? കാരണം ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിസിറ്റിൻ്റെ ഒരു ന്യൂസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിസിറ്റ് പ്ലാനിങ്ങിൽ പോലും ഉണ്ടാവാത്ത രാജ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് വരുന്നത്. അതിന് കാരണമുണ്ട്. അതിന് കാരണം വെച്ചാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. കാരണം ഇന്ത്യ ഒരു മൾട്ടിപോളർ ഡിപ്ലോമസി കൊണ്ടുപോകുന്നത് വളരെ വ്യക്തമായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട വിഷയം. അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബ്രൈറ്റ് ഫ്യൂച്ചർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തീവ്രവാദികളാണ് എക്സാക്ട്ലി. അതിൽ നമുക്കൊന്നും അങ്ങോട്ട് മറിച്ചൊന്നും പറയാനില്ല. ഇനി പലർക്കുമുള്ള ഡൗട്ട്, അഫ്ഗാനിസ്ഥാൻ ഒരു സുപ്രഭാതത്തിൽ നമുക്കെതിരെ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ പാകിസ്ഥാനുമായിട്ട് ചേർന്നിട്ട്? ഇവിടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എവിടെയില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ അഫ്ഗാനിസ്ഥാൻ ഒരു പാരയായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കശ്മീരിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ്? എത്ര വർഷങ്ങളായിട്ട് കശ്മീരിന് വേണ്ടിയിട്ട് ഇന്ത്യ നിലകൊള്ളുന്നു? പാകിസ്ഥാൻ എത്ര വർഷം കൊണ്ട് ഇന്ത്യയെ ചേർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്? എന്നിട്ട് അവർ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ആയാലും ശരി തന്നെ, പാകിസ്ഥാൻ ആയാലും ശരി തന്നെ, ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ജൈഗാൻറ്റിക് പവറാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ മുന്നിൽ
അങ്ങനെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. രഹസ്യമായിട്ട് തീവ്രവാദ ആക്രമണങ്ങൾ, അത് അഫ്ഗാനിസ്ഥാൻ അല്ല, അത് പാകിസ്ഥാൻ അല്ല, ഏതൊരു തീവ്രവാദിക്കും ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ്. അതിനെയാണ് നമ്മൾ തീവ്രവാദം എന്ന് വിളിക്കുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാനിന് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടു പോയ 2021 ആ കാലഘട്ടത്തിന് ശേഷം ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ താലിബാൻ എന്ന് പറയുന്നത് ആ റീജിയണൽ ഏരിയയിൽ മാത്രം കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ട ഒരു ശക്തിയാണെന്നും നമുക്ക് അഫ്ഗാനിസ്ഥാൻ വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള റോളും ഒരു എക്സ്പോഷറോ ഒരു രീതിയിലുള്ള ബെനിഫിറ്റോ കിട്ടാനില്ല എന്നുള്ള തിരിച്ചറിവും അഫ്ഗാനിസ്ഥാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ അവരുടെ റീജിയനിൽ മാത്രമാണ് അവരുടെ ആ ഒരു ഏരിയ, അവരുടെ ഒരു കളി. അതിലുപരിയായിട്ട് ബോർഡറിനിപ്പുറം അവരിപ്പോൾ കളിക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ ഏഷ്യ ഭാഗത്ത് ചില സ്പൈ വർക്കുകൾ, ഈ സ്പൈ വർക്ക് ചെയ്താണ് അവർ പൈസ ഉണ്ടാക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ അതിന് ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയും അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണോ കൂടുതൽ പേ ചെയ്യുന്നത് അവർക്ക് ഇൻഫർമേഷൻസ് അവർ കൊടുക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ അവരെ എത്രത്തോളം കംഫർട്ട് സോണിൽ വെച്ചിരിക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ലത്. അത്രയേ ഉള്ളൂ. നമുക്കൊരു സുപ്രഭാതത്തിൽ വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ മാറ്റി നിർത്താം. അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ അവിടെ കൊടുക്കുന്നതെല്ലാം തന്നെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അവർ പിണങ്ങിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആഹാര സാധനം പോലും കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം അത്രമാത്രം ട്രാൻസ്പോർട്ടേഷൻ, ഇന്ത്യയിൽ നിന്ന് ഫുഡ് ഉൾപ്പെടെയുള്ള ഗോതമ്പ് പോലത്തെ സാധനങ്ങൾ, അവർ റൊട്ടിയാണ് അവരുടെ പ്രധാന ഭക്ഷണം. അപ്പോൾ അങ്ങനെ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ പിണക്കിക്കൊണ്ട് അവർക്ക് സർവൈവൽ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്നും ഒരു ഭീഷണി നമുക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യ ഒഫീഷ്യലി അനൗൺസ്ഡ് ദാറ്റ് യുവാൻ എന്ന് പറഞ്ഞ ഒരു കറൻസി, റുപ്പീസിന് പകരം യുവാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ചില രാജ്യങ്ങളിലേക്കുള്ള ട്രേഡ് നടത്തുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഡോളറിന് ഒരു തിരിച്ചടിയാണ്. കാരണം ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ യുവാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇന്ത്യ ഒരു ഡബിൾ ഗെയിമാണ്. ശരിക്കും ഇന്ത്യൻ റുപ്പി പൊട്ടൻഷ്യലി വീക്കൻ ആവാതിരിക്കാനും അതിനെ തടഞ്ഞു നിർത്താനും, അതുപോലെ തന്നെ അമേരിക്കൻ ഡോളർ ഗെയിൻ ചെയ്ത് പോവാതിരിക്കാനുമുള്ള ഒരു ഗെയിമാണ്. അങ്ങനത്തെ ഒരു പ്ലേ ആണ് ഇന്ത്യ നടത്തുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇവിടെ ഇപ്പം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് യുവാൻ എന്ന് പറഞ്ഞ കറൻസിക്ക് ഇത് നല്ലതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നല്ലതാണ്. ഇപ്പം നമ്മൾ യുവാനിൽ ട്രേഡ് നടത്തിയാലും നടത്തിയില്ലെങ്കിലും യുവാൻ കുറച്ച് പൊട്ടൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറൻസി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇത്രയും നാളും യുവാനിൽ ട്രേഡിംഗ് നടത്തിയത് കൊണ്ടല്ല അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ റുപ്പിയുടെ മൂല്യം കുറച്ച് താഴോട്ട് പോകാതിരിക്കാനും, അതുപോലെ തന്നെ ഡോളറിന് അത് ഗുണം ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട്, അതായത് റുപ്പിയുടെ വീഴ്ച ഡോളറിന് ഗുണം ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ യുവാൻ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് നല്ലൊരു പ്ലാനാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പല രീതിയിലും ട്രൈ ചെയ്യേണ്ടത്. ഇന്ത്യ ഫുള്ളി റീസ്റ്റോർഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വിത്ത് അഫ്ഗാനിസ്ഥാൻ. അതായത് ഹമീദ് കർസായുടെ സമയത്ത് എന്തായിരുന്നോ നമ്മളുടെ റിലേഷൻഷിപ്പ്, അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നോ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ റിലേഷൻഷിപ്പ്, ആ രീതിയിലേക്ക് ഇന്ത്യ ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലേക്ക് വന്നതിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ വളരെ ഹാപ്പിയാണ്. ഇപ്പം ദിയോബന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു മോസ്ക് ഒക്കെ ഉള്ള ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് യു പി പുള്ളിക്കാരൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഗംഭീരമായ സ്വീകരണമാണ് അവിടെ ഒരുക്കിയിരുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററിന്. പുള്ളിക്കാരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇന്ത്യക്കുള്ളിൽ നിന്നും ഇങ്ങനൊരു സ്വീകരണവും ഇങ്ങനൊരു ആൾക്കൂട്ടവും ഇങ്ങനൊരു തിക്കും തിരക്കൊക്കെ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിൽ പുള്ളിക്കാരൻ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും 100% ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. 100-ന് 101% പുള്ളിക്കാരൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് അഫ്ഗാനിസ്ഥാന്റെ സൈഡിലും കിട്ടേണ്ടതുണ്ട്. ഇത് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണ്, ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അവർക്ക് അങ്ങോട്ട് ആവശ്യമുണ്ട്, നമുക്ക് ഇങ്ങോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള ടൈമിൽ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ബ്രസീലിയൻ വൈസ് പ്രസിഡന്റ് നെക്സ്റ്റ് വീക്ക് ഇന്ത്യ സന്ദർശിക്കും. ഇത് ഓൾറെഡി തന്നെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യയും ബ്രസീലും തമ്മിൽ ഡിഫൻസ് മേഖലയിൽ വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിസിറ്റൊക്കെ നടക്കുന്നത്. UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഡിസ്കഷനിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനികൾ ഫോർമേഷൻ ആണ്. അതായത് ഇന്ത്യൻ കമ്പനികൾ കുറേ UK ഓപ്പൺ ചെയ്യാനും, അതേപോലെ UK കമ്പനികൾ കുറേ ഇന്ത്യക്കുള്ളിൽ ഓപ്പൺ ചെയ്യാനും ആണ് ധാരണയായിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ MSME സെക്ടറിൽ ഒരു പുതിയ ഉണർവ്, MSME സെക്ടറിൽ കുറച്ച് പുതിയ കമ്പനികൾ, അത് ഫോറിൻ കമ്പനികൾ ഓപ്പൺ ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുമുള്ള സാധ്യതയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കാണുന്നത്. US നേവിയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഷിപ്പ് അത് ബംഗ്ലാദേശിൽ ചിറ്റഗോങ് പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു നേവൽ ഡ്രില്ലിന്റെ ഭാഗമായിട്ടാണ് എത്തിയത്. പക്ഷേ ഇത് നേവൽ ഡ്രില്ല് മാത്രമല്ല, ഇത് നമ്മൾ ഓൾറെഡി ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള സെഡിമെന്റ്സ്, അതായത് ഈ ബ്രഹ്മപുത്ര നദിയിൽ നിന്ന് വന്ന് അടിയുന്ന ആ ഒരു എക്കൽ, അവിടെയുള്ള ഒരു സെഡിമെന്റ്സ് ഉണ്ട്. ആ സെഡിമെന്റ്സ് വന്ന് ചേരുന്ന ആ ഒരു ഏരിയയിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് അവിടുത്തെ റെയർ എർത്ത് എലമെന്റ്സിന്റെ ആ റിച്ച്നെസ് പരിശോധിച്ചിട്ട് അവിടേക്ക് ഒരു എഗ്രിമെന്റ് തയ്യാറാക്കാനാണ് വന്നിരിക്കുന്നത്.
അവിടെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മിനറൽ റിച്ച് ഉള്ള സോയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ചും മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഫുൾ മാഗ്നറ്റ്, പ്രത്യേകിച്ചും ചൈന ഇപ്പം 12 റെയർ എർത്ത് എലമെന്റ്സ് അമേരിക്കയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ ബംഗ്ലാദേശ് വിസിറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും കൂടി നമ്മൾ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ എന്തായാലും കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.